ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഹൈഡ്രോകാർബൺ ആക്കാം, അല്ലെങ്കിൽ നൈട്രേഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ, അതായത് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്തു നിന്നാണ്. ജിഒസി എന്നുള്ള ഭാഗം എന്ന് പറയാം, അല്ലെങ്കിൽ ഓർഗാനിക് പൊതുവെ ഒരു ഫിക്സ്ഡ് ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ നമുക്ക് ഹൈഡ്രോകാർബണുള്ള ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഓൺ നൈട്രേഷൻ ഓഫ് മെറ്റാസൈലീൻ. ഞാനൊരു മെറ്റാസൈലീൻ എടുക്കാൻ പോവാ. ആരാ മെറ്റാസൈലീൻ ആരാണ്? അറിയാം, ഇതാണ് നമ്മുടെ മെറ്റാസൈലീൻ. ഇവിടെ CH3 വരിക, ഇവിടെയും CH3 വരിക. അയാൾ ഞാൻ എന്ത് ചെയ്യുന്നു, നൈട്രേഷൻ നടത്തുന്നു. ഓൺ നൈട്രേഷൻ ഓഫ് മെറ്റാസൈലീൻ വിത്ത് HNO3 ആയിട്ടില്ല നമ്മൾ നൈട്രേറ്റ് ചെയ്യുക. അങ്ങനെ നൈട്രേറ്റ് ചെയ്യുമ്പോൾ ഈ CH3 എന്ത് ഗ്രൂപ്പാ? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങോട്ട് NO2+ വന്നൂടെ? വരാം, കാരണം ഇയാളുടെ ഓർത്തോ പൊസിഷൻ ആണ് NO2, ഓക്കെയാണ്. ഇയാളുടെ പാരാ പൊസിഷൻ ആണ് NO2, അതുകൊണ്ട് ഇയാൾ ഓക്കെയാണ്. അപ്പൊ സാർ ഇങ്ങോട്ട് വന്നൂടെ? കാരണം ഈ NO2 ഇയാളുടെ ഓർത്തോ പൊസിഷൻ അല്ലേ, ഈ NO2 ഇയാളുടെ ഓർത്തോ പൊസിഷൻ അല്ലേ? വരാം, പക്ഷെ അതിനേക്കാളും സ്റ്റേബിൾ ഇതായിരിക്കും. മറ്റേത് ഓരോരോ കാർബണിലും ഓരോരോ ബൾക്കി ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ റിപ്പൾഷൻ കാരണം അയാൾ അത്ര നല്ല സ്റ്റേബിൾ അല്ല. അതിനേക്കാൾ നല്ല സ്റ്റേബിൾ ആരാ? ഇയാളാണ്. ഇനി അയാൾ എന്ത് ചെയ്യുന്നു? ഫോളോഡ് ബൈ ഓക്സിഡേഷൻ. ഇയാൾ ഓക്സിഡേഷൻ നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ, അതായത് ബെൻസീൻ റിങ്ങിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് ഒരെച്ചെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ഓക്സിഡേഷൻ നടന്നാൽ അയാൾ പൊതുവെ എന്തായിട്ടാ മാറുക? കാർബോക്സിലിക് ആസിഡ് COH ആയിട്ടാ മാറുക. അപ്പൊ നിങ്ങൾ ബെൻസീൻ റിങ്ങിന്റെ തൊട്ടടുത്തുള്ള കാർബണിന്റെ അടുത്ത് ഒരു H ഇവിടെ ഉണ്ടല്ലോ, CH3 അല്ലേ? ആ CH3 എന്തായിട്ട് മാറും? COH ആയിട്ട് മാറും. ഇവിടുത്തെ CH3 എന്തായിട്ട് മാറും? COH ആയിട്ട് മാറും. ഇയാൾ ആരാണ്? NO2 ഗ്രൂപ്പാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇയാളാണ് ആര്? 4ാമത്തെ പൊസിഷനിലാണ് NO2 ഉള്ളത്. 1ലും 3ലും ആരുണ്ട്? COH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, 1 2 3 നിങ്ങൾ ലോവർ സെറ്റ് ഓഫ് ലോക്കിന്റെ ഇതിൽ ഏറ്റവും മെയിൻ ഗ്രൂപ്പ് COH ആണ്. അതുകൊണ്ട് COH എന്തായാലും 1 കൊടുക്കണം. അപ്പൊ 1 3 4 അതായത് 1,3 ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടൂലേ? ഇത് 4 നൈട്രോ, ഇത് 4ാമത്തെ പൊസിഷനിൽ NO2, അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം? 4 നൈട്രോബെൻസീൻ എന്ന് വിളിക്കാം. 1ലും 3ലും കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, അതുകൊണ്ട് 4 നൈട്രോബെൻസീൻ 1,3 ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടും. അത് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. CH3 ഗ്രൂപ്പ് എന്ത് ഗ്രൂപ്പാണ് നിങ്ങൾ പഠിച്ചത്? ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് അല്ലേ? ആണ്. CH3 ഗ്രൂപ്പ് എന്താ? CH3 ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിലും അതേപോലെ പാരാ പൊസിഷനിലും ആണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടുക. അപ്പൊ ഇലക്ട്രോൺ കൂടുതലുള്ള ഭാഗത്തോട്ടാണ് ഇലക്ട്രോഫൈൽ വരിക. ദയാർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ശരിയാണ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 3 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക കേട്ടോ.